പാലും പഴവും കൈകളിലേന്തി പവിഴവാനിൽ നീ അഴകേന്തി. ഇന്നലെ വിചാരിക്കാണ്ട് ഒരു യാത്ര ഒത്തു കിട്ടി. അപ്പോൾ കുറച്ച് മനോഹരമായ ദൃശ്യങ്ങൾ കണ്ടു. പഴയ ഓർമ്മകളൊക്കെ മനസ്സിൽ കയറി വന്നു. അത് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നു, അത്രമാത്രം. താങ്ക് യു. ഇതാണ് തമിഴ്നാട്ടിലെ മുല്ലപ്പൂ തോട്ടം. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം. ചെമ്പരിയാടിയും കൂട്ടം. ഓ, നല്ല ഒന്നാന്തരം നെൽപ്പാടം. സ്വിറ്റ്സർലൻഡിന് ഓർമ്മ വരണം. അപ്പം പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഒരു നല്ല നമസ്കാരം. ഒരു ക്ഷീരകർഷകനല്ലേ, ഒരു പശുവിനെ കണ്ടു. എന്നാൽ പിന്നെ അതിൻ്റെ ഫോട്ടോ ഒന്ന് പിടിക്കാമെന്ന് കരുതി. അത്യാവശ്യം ഒരു HF ആണ്. ഓ, കാലത്തൊരു 8 ലിറ്റർ പാൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അതിൻ്റെ മുതലാളി അടുത്തുണ്ട് കേട്ടോ. അവർക്ക് തിന്നാനുള്ള പുല്ലും ഉണ്ട് അടുത്ത്. അപ്പോൾ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാ. ഇറങ്ങി വന്നപ്പോൾ ഇവിടെ നല്ല പച്ചപ്പ്. എന്നാൽ പിന്നെ അതൊക്കെ ഒന്ന് അങ്ങോട്ട് പകർത്താന്ന് കരുതി. പച്ചപ്പ് കാണുമ്പോഴല്ലേ നമുക്ക് കണ്ണിനൊരു കുളിർമൊക്കെ കിട്ടുക. പച്ചയാം വിരിപ്പിട്ട സഹ്യനിൽ തല വെച്ചും സ്വച്ഛാബ്ദി മണൽ തിട്ട പാദോപദാനം പുണ്ടും പള്ളി കൊണ്ടിടുന്ന നിൻ പാർശ്വയുഗ്മത്തെ നോക്കി കൊള്ളുന്നു കുമാരനും ഗോകർണേശനും അമ്മേ. അവിടെ പുല്ല് മാത്രമല്ല കേട്ടോ, ചോളം തുടങ്ങിയ എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ അങ്ങനെ നടക്കട്ടെ, നമുക്ക് തുടരാം. ഞാൻ വരാം. കണ്ട മക്കളെ, നെല്ല് വിളഞ്ഞ് കിടക്കണത് കൃഷി എന്ന് പറയണേ.